ഇപ്പോഴും ഒരു വിവാദങ്ങൾക്കുള്ള സമയമല്ല. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ഐക്യത്തോടു കൂടിയാണ് പോകേണ്ടത്. കെട്ടുറപ്പോടുകൂടി പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ നേതാക്കന്മാർക്കുണ്ട്. ആ ഒരു ചരിത്രപരമായ ബാധ്യതയാണ് എല്ലാവരും നിർവഹിക്കേണ്ടത്. കാരണം വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അത് അത്യന്തം നിർണായകമാണ്. വിജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ കക്ഷിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ബഹുഭൂരിപക്ഷ ജനങ്ങളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെയൊക്കെ തന്നെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൊച്ചു കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് ആ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നശിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ഇത് ഞാൻ പറയട്ടെ, ഇതൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് CPM ആണ്. CPM ഞാൻ പറഞ്ഞില്ല, CPMന് ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ്. ആടുകളെ അടുപ്പിച്ചുകൊണ്ട് അറിയാമല്ലോ, രക്തം കുടിക്കുന്ന സമീപനമുണ്ടല്ലോ, ആ സമീപനം മാത്രമാണ് CPMൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അല്ലാതെ ഈ പ്രശ്നം അത്രയൊന്നും ഗൗരവത്തെടുക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അത് ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, അതവിടെ അവസാനിപ്പിച്ചാൽ മാത്രം മതി. അതിങ്ങനെ ആളിക്കത്തിക്കേണ്ട ഒരു ശ്രമമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ വിവാദപൂർണമായ ഒരു പ്രസ്താവനയെക്കുറിച്ചൊന്നും ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല. എനിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് അഭിപ്രായം പറയാം, പുറത്ത് പറഞ്ഞത് ശരിയല്ല. അല്ല, കൂട്ടായ നേതൃത്വം കോൺഗ്രസിലുണ്ടല്ലോ. പക്ഷേ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഐക്യത്തോടുകൂടി പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, വളരെ ഗ്ലോറിയസായ ഒരു മഹത്തായ വിജയം ഇവിടെ കൈവരിക്കാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഐക്യമുണ്ടാകണം, അത്രമാത്രമേ ഉള്ളൂ. നേതാക്കന്മാർ ഉള്ളുറന്ന് കാര്യങ്ങൾ ചർച്ച നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യേണ്ടത് ഇന്നത്തെ CPMൻ്റെ നയരേഖയിലുണ്ടായിട്ടുള്ള വ്യതിയാനമല്ലേ. കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ല, ഒരു നവീന ഫാസിസ്റ്റ് പ്രസ്ഥാനം എന്ന് പോലും പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന അവരുടെ ആ വ്യതിയാനം. അതാണ് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് ചർച്ച നടത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തകർന്നിട്ടുണ്ടെങ്കിൽ പോലും കേരളം ഒരു അവസാനത്തെ തുരുത്തായിട്ട് അവർ കാണുന്നുവെങ്കിൽ അതേക്കുറിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതായിരിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതാണ് വിഷയം, അതാണ് ഏറ്റവും മൂർത്തമായ രാഷ്ട്രീയം. അതാണ് കാരണം BJP ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു നവീന ഫാസിസ്റ്റ് പ്രസ്ഥാനമായിട്ട് പോലും അതിനെ കാണാൻ സാധിക്കില്ല. പറയുന്ന നയവ്യതിയാനം അതല്ലേ രാഷ്ട്രീയം. നമുക്ക് തെളിഞ്ഞ രാഷ്ട്രീയം സംസാരിക്കാം. അതെ എല്ലാ കാലത്തും തരൂരിൻ്റെ ജനകീയത, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ പരിപൂർണമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹം ഒന്നായിട്ടല്ലേ ക്യാബിനറ്റ് ഉണ്ടായിരുന്നത്. അദ്ദേഹം MP ഉടനെ തന്നെയല്ലേ അദ്ദേഹത്തെ ഞങ്ങൾ വിദേശകാര്യ സഹമന്ത്രിയാക്കിയത്. അദ്ദേഹം ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറല്ലേ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ. അങ്ങനെ തോന്നുന്നില്ല. അതൊക്കെ പലപ്പോഴും ഒരു വലിയ പരിധിയോടെ നിങ്ങളുണ്ടാക്കുന്ന ഒരു വാർത്ത മാത്രമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ശശി ബേസിക്കലി ഈസ് എ ഗുഡ് മാൻ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ കൊച്ചു കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അതൊക്കെ തന്നെ നമുക്ക് പാർട്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നൊരു സീരിയസ് ആയ ഇഷ്യൂ ആണോ അത്? ഐ ഡോണ്ട് തിങ്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, ഗൗരവമുള്ള പ്രശ്നമല്ല അത്. അത് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട പ്രശ്നം മാത്രമാണത്. എനിക്കൊരു മുറി വേണം, അതൊക്കെ നിങ്ങളല്ലേ ഈ വിവാദം ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കാഷ്വലായിട്ട് പറഞ്ഞാണ് അദ്ദേഹം, അല്ലാതെ ഗൗരവത്തോടുകൂടി എൻ്റെ പ്രശ്നം KPCC ഓഫീസിൽ മുറി കിട്ടാത്തതാണെന്ന് അദ്ദേഹം പറയില്ല. ശശി തരൂർ എത്ര ഉന്നതനായൊരു വ്യക്തിയാണ്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മാത്രം എനിക്ക് തോന്നുന്നത്. അത് ശ്രീമാൻ K. സുധാകരനോട് പറഞ്ഞാൽ അദ്ദേഹം ഒരു റൂം അദ്ദേഹത്തിന് കൊടുക്കില്ലേ? തീർച്ചയായിട്ടും കൊടുക്കും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലാണ് അദ്ദേഹം സജീവമാവേണ്ടത്. അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ട് പരിഹാരം കണ്ടെത്തണം. കേരളം മുഴുവൻ പോകണം, ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെ പോകാൻ സാധിക്കുക പോകണം. കോൺഗ്രസ് സന്ദേശം വിദേശങ്ങളിലെത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഒരു അവന്യൂ വളരെ വലുതല്ലേ. അദ്ദേഹത്തിൻ്റെ സ്പിയർ നമ്മളെപ്പോലെ ഇല്ലല്ലോ.
ഒരു ലോകപ്രശസ്തനായിട്ടുള്ള ആളല്ലേ, അത് ഉപയോഗിക്കണം. അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അൾട്ടിമേറ്റ്ലി ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും. ഓക്കെ.